ഒരു എയർ ടാഗിന് വേണ്ടി ഞാൻ സഞ്ചരിച്ചത് ഏകദേശം 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ആപ്പിളിലെ രണ്ടാമത്തെ ഒഫീഷ്യൽ സ്റ്റോർ ആയിട്ടുള്ള ആപ്പിൾ സാക്കേറ്റിലേക്കാണ് ഈ ഒരു എയർ ടാഗിന് വേണ്ടി മാത്രം. സോ ഈ ഒരു വീഡിയോയിൽ ആപ്പിളിലെ രണ്ടാമത്തെ ഒഫീഷ്യൽ സ്റ്റോർ ആയിട്ടുള്ള ആപ്പിൾ സാക്കേറ്റിൻ്റെ ഒരു ഫുൾ ഫ്ലഷ് ട്രാവൽ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ തരാൻ പോകുന്നത്. സോ ഈ ഒരു ട്രാവൽ സെഷന് നമുക്കൊരു പുതിയ പേരിട്ട് വിളിക്കാം. ഇറ്റ്സ് കോൾഡ് ട്രാവൽ OS. സോ ഈ എവിക്ക ചാനൽ ഇനി ട്രാവൽ OSനെ പറ്റിയും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ട്രാവൽ ഗൈഡ് തരുന്നുണ്ട്, ഒരു PDF പോലെ. സോ ആ ഒരു PDF-ൻ്റെ പാസ്വേഡ് ഈ ഒരു വീഡിയോയുടെ റാൻഡമായിട്ട് ഓരോ മിനിറ്റിലും ചിലപ്പോൾ അല്ലെങ്കിൽ ഓരോ സമയത്തും ഞാൻ എൻ്റെ പാസ്വേഡ് കീ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽഫബറ്റ് ഞാൻ താഴത്ത് കൊടുക്കും. സോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു ട്രാവൽ ഗൈഡ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ആപ്പിൾ സാക്കേറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സോ ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവ്യർ. വെൽക്കം ബാക്ക് ടു ട്രാവൽ OS. ാണ് ആപ്പിളിലെ ഒഫീഷ്യലായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റോർ എന്ന് പറയുന്നത്. ആപ്പിൾ ഡൽഹി സാക്കേറ്റ് എന്നാണ് ഈ ഒരു സ്റ്റോറിൻ്റെ പേര് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇത്രയും തിരക്കുള്ളൊരു മോളിൻ്റെ ഉള്ളിലായിട്ട് പോലും ഈ ഒരു കട അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിലേക്ക് നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകും. ഒരു സെൻറ്റർ ഓഫ് സിറ്റി മോളിനുള്ളിൽ തന്നെയാണ് ആപ്പിൾ ഈ ഒരു സ്റ്റോർ അവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രമാത്രം തിരക്കുകളും ഇത്രമാത്രം കടകളും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റോറിലേക്ക് എപ്പോഴും ആൾക്കാരുടെ ഒരു ഇരച്ചിലും ഒരു തിരക്കും എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. സോ അത് ആപ്പിളിൻ്റെ മാജിക് തന്നെയാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് എപ്പോഴും ആപ്പിൾ സ്റ്റോറിലേക്ക് വെറുതെ ആണെങ്കിൽ പോലും ഒരാൾക്ക് കയറാൻ തോന്നുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്പിൾ സ്റ്റോറിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീച്ചർ ഉണ്ട് ഈ ഒരു ആപ്പിൾ സ്റ്റോറിൽ. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഈ ഒരു സ്റ്റോർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സിറ്റി സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോളിൻ്റെ നടുഭാഗത്ത് തന്നെയാണ് ഈ ഒരു ആപ്പിളിൻ്റെ സ്റ്റോർ വന്നിരിക്കുന്നത്. നല്ല തിരക്കാണ് ഈ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അവിടെ ഒരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്, ബാക്കി കുറേ കാര്യമുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റോറ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഒരു ലോഗോയാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയ ഒരു സ്പേസിൽ ഈ ഒരു ആപ്പിൾ സ്റ്റോർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു സീംലെസ് ലുക്കാണ് ഈ ഒരു ആപ്പിൾ സ്റ്റോറിന് വരുന്നത്. അതോടൊപ്പം ഈ ഒരു സ്റ്റോറിന് മാത്രം എപ്പോഴും ആപ്പിൾ സ്റ്റോറിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, ഒരു ആംബിയൻസ് ക്രിയേഷൻ ആപ്പിളിന് എപ്പോഴും ഉള്ളതാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതൊരു മാക്കിൻ്റെ സെഷനാണ്. അതേപോലെ അങ്ങോട്ട് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാം പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓരോ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഈ സ്റ്റോറി കയറുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് ആ ലൈറ്റിങ് കൊടുത്ത് ആംബിയൻസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുമാത്രമല്ല എയർപോർട്ട് മാക്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, ആപ്പിളിൻ്റെ 1 നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉള്ള എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മാക്കിൻ്റെ ഫുൾ സെഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാക്കിൻ്റെ സെഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ 2-3 ആൾക്കാരെ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ മാക് മിനി. ഈ ഒരു മാക് മിനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫേമസും അതേപോലെ ഇഷ്ടമുള്ളൊരു മാക് മിനി. ഇതാണ് മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ട എന്തൊരു പോട്ടാന്ന് കണ്ട. ഈ ഒറ്റ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ഒരു സ്റ്റുഡിയോ ഫുൾ റൺ ചെയ്യാൻ പറ്റും. ഹെവി ടാസ്കുകൾ മാത്രം നടത്താൻ വേണ്ടിയാണ് ഇവനെ ആപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാജിക് കീബോർഡ്, ഇത് കുറച്ചും കൂടെ എലോങ്ങേറ്റഡ് ആയ മാജിക് കീബോർഡാണ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ട്രാക്ക് പാഡ് നമുക്കിവിടെ കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ ക്യൂട്ടസ്റ്റ് മാക് മിനി എന്ന് പറയുന്നത്. ഈ മാക് മിനിയിൽ നമുക്ക് ഫ്രണ്ടിൽ 2 തണ്ടർബോൾട്ടിൻ്റെ പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. മാക് മിനി വിത്ത് സ്റ്റുഡിയോ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ന്യൂമറൽസ് എല്ലാം വന്നിട്ടുള്ള ഒരു കീബോർഡും അതുപോലെ ബ്ലാക്ക് മാജിക് മൗസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വേറെ സ്റ്റോറിലൊന്നും കാണാത്ത ഒരു പരിപാടി ഇവിടെ കാണാൻ പറ്റും. മാക് ബുക്കിൻ്റെ ഈ പറഞ്ഞ കളേഴ്സിൻ്റെ ഓപ്ഷനും അതേപോലെ ഇഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെയിം ആ പറയുന്ന മാക് ബുക്ക് എയർ എത്ര ഇഞ്ച് ഇത്ര കളേഴ്സ് ഓപ്ഷൻ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ ഇവിടെ എവിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഏതൊക്കെ കളേഴ്സിലാണ് ഈ പറഞ്ഞ മാക് ബുക്ക് എയറും മാക് ബുക്ക് പ്രോയും എല്ലാം അവൈലബിൾ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു സ്റ്റോറിൽ വരാനുള്ള അൾട്ടിമേറ്റ് റീസൺ എന്താ അറിയാമോ? ഈ ഒരു എയർ ടാഗ് എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ്, ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയാണ്
ഇത്രയും ദൂരം ഞാൻ ട്രാവൽ ചെയ്ത് ഡൽഹിയിൽ വന്ന് ഈ ഒരു ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എയർ ടാഗ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഓരോ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ വാച്ചിൻ്റെ റേഡിയൽ എന്നുകൊണ്ടൊരു ആപ്പിൾ വാച്ചിൻ്റെ ഫേസ് ഉണ്ടാവും, വാച്ച് ഫേസ്. അത് വെച്ചേക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നൊരു ഭംഗിയുണ്ട്. അതോടൊപ്പം പ്രൊഡക്റ്റുകളുടെ ഈ പറയുന്ന വാച്ച് സ്ട്രാപ്പുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് പോലും അയ്യേ എന്താണ് എന്ന് തോന്നിക്കില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ അലൈൻ ചെയ്തിരിക്കുന്നത് ആപ്പിൾ. അതിൻ്റെ അപ്പുറത്തുണ്ടാകുന്ന ചെറിയൊരു റാക്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോസറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ കേസുകളാണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും iPhone 16 Plus എല്ലാത്തിൻ്റെയും കേസ് വിത്ത് മാക്സേഫ് വാളറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നീട് ട്രാൻസ്പെറൻ്റ് ആയ കേസ് അവൈലബിൾ ആണ്. എല്ലാ കേസുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആപ്പിൾ അലൈൻ ചെയ്തത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ കേസുകൾ iPhone 16 ഒക്കെ കേസ് ഉണ്ട്, യെല്ലോ കേസ് ഉണ്ട്, അതേപോലെ ഇവിടെ ബ്ലൂ കേസ് ഉണ്ട്. ഇത് ബീച്ചിൻ്റെ കേസാണ്. ഈ കേസ് നമുക്ക് ഇവിടുന്ന് ആപ്പിളിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആപ്പിൾ സ്റ്റോറിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന എന്ത് പ്രൊഡക്റ്റുകളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന് എയർപോർട്ട്സ് ഇൻസ്ട്രക്ഷൻ. എയർപോർട്ട്സിലേക്ക് നോക്കുമ്പോൾ ഈ ഓരോ സാധനങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ആ സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്റ്റൈല് കണ്ട എയർപോർട്ട്സിൻ്റെ അതിൽ തന്നെയാണ് ആൾക്കാർ വീണു പോകുന്നത്. ഇവിടെ ഫുൾ ആപ്പിൾ സ്റ്റോറിൽ ഈ പറഞ്ഞ ഓരോരോ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതും അതേപോലെ അതൊക്കെ അലൈൻ ചെയ്ത് വെച്ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇവർ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവരുടെ സ്റ്റോർ ആപ്പിൾ എപ്പോഴും എല്ലാ സ്റ്റോറിലും അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹോംപോഡ്, സിറി, പ്ലേ, റിലാക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ പറ്റും. ഹോംപോഡ് മിനി മൾട്ടിപ്പിൾ കളേഴ്സ് ഇവിടെ വരുന്നുണ്ട്, അതേപോലെ യെല്ലോ ബ്ലൂ ഒക്കെ വരുന്നുണ്ട്. പിന്നെ എയർപോഡ് മാക്സ് ഇവിടെ വരുന്നുണ്ട്. ഫോണൊക്കെ തരതിരിഞ്ഞായിരിക്കണത്, ഫോണൊക്കെ മതിയാക്കി വെക്കും. അങ്ങനെ ഇരിക്കും. മാക്സേഫ് ആക്സസറീസും ബാക്കി കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ആപ്പിൾ സ്റ്റോറിലെ സ്റ്റാർ ഓഫ് ദ ഡേ അല്ലെങ്കിൽ സ്റ്റാർ ഓൾവേസ് എപ്പോഴും ആൾക്കാർ നോക്കുന്ന ഒരു വ്യക്തി iPhone 16 ഫുൾ ലൈനപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. iPhone 16, 16 Plus, 16 Pro ആൻഡ് 16 Pro Max ഈ 4 വേരിയൻറ്റും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാക്സേഫിൻ്റെ ഒരു ചാർജറുണ്ട്. പിന്നെ അപ്പുറത്ത് മാക്സേഫിൻ്റെ കുറച്ച് ആക്സസറീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി പോളിസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു സ്റ്റോറിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ഈ പറഞ്ഞ ആപ്പിൾ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് കവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ആപ്പിൾ സ്റ്റോറിൽ മാത്രം നിങ്ങൾക്ക് ജീനിയസ് ബാർ എന്നൊരു ഓപ്ഷൻ കിട്ടും. അതായത് നമുക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യലായ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഞാൻ ഇന്ന് ഐപാഡിൻ്റെ ഒരു സെഷൻ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐപാഡിൻ്റെ ഒരു ഫുൾ സെഷൻ എനിക്ക് ഇവിടെ ആ ഒരു ജീനിയസ് ബാർ എന്നുള്ള ഓപ്ഷനിൽ അവർ എടുത്തു തരും. ആ ഒരു സെഷൻ ഇനി ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് തിങ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. ജസ്റ്റ് ഇങ്ങനെ കൈ ആ ടേബിളിലൊക്കെ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഓപ്പൺ ആവും. എന്നിട്ട് ഒന്നുകൂടെ വേവ് ചെയ്താൽ അത് ക്ലോസ് ആവും. ഹൗ കൂൾ, റൈറ്റ്? ഇവിടെ അല്ല, അപ്പം ഇപ്പുറത്തായിരിക്കും. എൻ്റെ പൊന്നെങ്ങനത്തെ ഒരു ടേബിളൊക്കെ വീട്ടിൽ വാങ്ങിച്ച് പണി നോക്കണം. അപ്പം പിന്നെ സുഖമാണ്. എന്തെങ്കിലും വരുമ്പോൾ അപ്പം തന്നെ തുറക്കുക. ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. തുറക്കുക, പ്ലഗ് ചെയ്യുക, യൂസ് ചെയ്യുക, എന്നിട്ട് അടച്ചു വെക്കുക. ശുഭം. അന്നപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ എല്ലാ ഫോണും ഒറിജിനൽ ഫോണാണ്, ഡമ്മി അല്ല. ഒറിജിനൽ ഫോണാണ് ഈ വെച്ചേക്കുന്നതല്ല, ഒന്നും ഡമ്മികളല്ല. ഒറിജിനൽ ഫോൺ തന്നെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞത് ഇവരെല്ലാവരും. കാരണം ഒരു കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് അങ്ങനെ കാണണമെന്നാണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ കാണാൻ പറ്റും. ഒറിജിനൽ പ്രൊഡക്ട്സ് കണ്ടോ, ഒറിജിനൽ 15, 16 പ്രോയിൻ്റെ ബ്ലാക്ക്, പ്രോ മാക്സിൻ്റെ. ഹൗ ക്രേസി അല്ലേ? മാക്സേഫ് ആക്സസറീസ്. ഈ ഓരോ ഡ്രോയറില്ലേ, ഞാൻ പറഞ്ഞനുസരിച്ച് ഈ 3 ഡ്രോയേഴ്സിലും ഐഫോൺ ഉണ്ട്. കുറേ ഐഫോൺ, ഓരോ കളേഴ്സിൻ്റെ ഓരോ ഐഫോൺ. അപ്പോൾ കേസ് സെലക്ട് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇത് അൾട്രാമാറിൻ്റെ കേസായിരിക്കും. പക്ഷേ അൾട്രാമാറിൻ്റെ കേസിൽ ഈ യെല്ലോ കേസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതറിയാൻ വേണ്ടി ഐഫോൺ ബ്ലൂ ഐഫോൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവർ പറഞ്ഞനുസരിച്ച് എന്നിട്ട് ആ ബ്ലൂ ഐഫോണിൽ ഇത് വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഇൻ ഹാൻഡ് ഫീൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നു.
iPad series, iPad Air, iPad Pro, M4. സ്മൂത്ത്നെസ് എന്നൊക്കെ പറഞ്ഞല്ലേ അറ്റ് ദ പീക്ക്. ആപ്പിൾ ഇപ്പോൾ മാക്സ് യൂസ് ചെയ്ത് നോക്കാം. ഫീലടാ മൊത്തം ഫീല് ഈ മ്യൂസിക്കിനൊക്കെ ഇത്ര ഫീല്. ബീറ്റൊക്കെ ഇല്ലേ, ബേസൊക്കെ ഇങ്ങനെ ഇൻസ്ട്രുമെന്റൽ സപ്രഷനൊക്കെ അല്ലേ. യു ഹാവ് ടു എക്സ്പീരിയൻസ് വൺസ്, അപ്പോൾ മനസ്സിലാവും. ബീറ്റ് പിൽസ്, ബീറ്റ്സിൻ്റെ പിൽസിനെണ്ണം ഓർഡർ ഇത്രേ ഉള്ളൂ. നല്ല ബീറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ നല്ല കനമുണ്ട് ഇതിന്. ഇത്രയും ആക്സസറീസിൽ ഒരു അടിപൊളി സാധനം കാണിച്ചിട്ടെ, ഏറ്റവും എക്സ്പെൻസീവ് ആയ സാധനം. ഇത് ആപ്പിളിൻ്റെ പോളിഷിങ് ക്ലോത്താണ്. അത് തുടക്കുന്ന തുണി, ആപ്പിളിൻ്റെ ചിഹ്നമുള്ള ഒരു പോളിഷിങ് ക്ലോത്ത്. ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് അറിയാമോ? 1900 രൂപ. അതായത് 2000 രൂപയുടെ അടുത്ത്. 2000 രൂപ, 100 രൂപ കുറവ് ബാക്കി വരും. പോളിഷിങ് ക്ലോത്തിൻ്റെ പ്രൈസാണ്. സോ ഇന്നത്തെ ഈ ആപ്പിൾ സ്റ്റോർ വിസിറ്റിൽ നിങ്ങൾ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞോ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, അതിന് ഒരു സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ആൻഡ് അത് നിങ്ങളുടെ പ്രൈവസിനെയും കൂടെ ഒന്ന് മാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ആപ്പിൾ അങ്ങനത്തെ ഒരു പോളിസി ഇപ്പോഴും ആപ്പിളിൻ്റെ എല്ലാ ആപ്പിൾ സ്റ്റോറിലും വെച്ചിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ഫോണിൻ്റെ കേസോ ബാക്കി എന്ത് കാര്യം ഇട്ട് നോക്കുകയാണെങ്കിലും കയ്യിലേക്ക് എടുത്ത് നിങ്ങൾക്ക് അവരുടെ ഒറിജിനൽ ഫോൺ തന്നെയായിരിക്കും തരാൻ പോകുന്നത്. ആൻഡ് മോർ ഓവർ എനിക്കത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം, ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾക്ക് ക്യാഷ് കൗണ്ടേഴ്സ് കാണാൻ പറ്റില്ല. യെസ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ ആ ഒരു ആപ്പിൾ സ്റ്റോറിൽ ചെന്നു, ഒരാൾ എന്നെ അസിസ്റ്റ് ചെയ്തു. എൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വന്നു, എനിക്ക് എയർ ടാഗ് വാങ്ങണം. ഞാൻ പറഞ്ഞു എനിക്ക് എയർ ടാഗ് വേണം, ഇന്ന 4 അല്ല 1 പാക്ക് വന്നു. എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് എൻ്റെ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കാനോ ബില്ലിങ്ങിന് വെയിറ്റ് ചെയ്യാനോ യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു വ്യക്തി തന്നെ, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റർ എക്സ് എനിക്ക് ഈ പറഞ്ഞ ബില്ലിംഗ് ചെയ്തു തരും. നിങ്ങൾ ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പോയി മിസ്റ്റർ എ അല്ലെങ്കിൽ മിസ്സിസ് എ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ബില്ലിംഗ് ചെയ്തു തരുന്നത്. ഷീ ഓർ ഹി, നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ബില്ല് ചെയ്യാം. ക്യാഷ് എണ്ണാനായിട്ട് ആ ഒരു ക്യാഷ് കൗണ്ടിങ് മെഷീൻ അവിടെ ഉണ്ടാവും, പക്ഷെ ക്യാഷ് കൗണ്ടേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അത്രമാത്രം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആപ്പിൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. മറ്റ് കടകളിൽ നിന്ന് ഈ പറഞ്ഞ ആപ്പിൾ സ്റ്റോറിനെ വേർതിരിച്ച് വെക്കുന്നതും ഇതേപോലത്തെ കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഫോൺ തന്നെ അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ തന്നെയാണ്
നിങ്ങൾക്ക് കേസ് ഇട്ട് ഈ പറഞ്ഞ ആ ഒരു ഇൻഹാൻഡ് ഫീല് അവർ തരുന്ന ക്യാഷ് കൗണ്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആപ്പിൾ സ്റ്റോറിൽ മാത്രം ടുഡേ അറ്റ് ആപ്പിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെഷൻസ് ഈ പറയുന്ന ഐപാഡ്, ഐഫോൺ, മാക്ബുക്ക്, വാച്ച് എല്ലാത്തിനെയും പറ്റിയുള്ള സെഷൻസ് അവരുടെ ഈ പറഞ്ഞ ഒഫീഷ്യൽ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആവുണ്ടാവും. ഞാനും ഒരു ഐപാഡിൻ്റെ ഈ പറഞ്ഞ സെഷൻ എടുത്തു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും ബേസിക്സ് ആണ്. ഞാൻ അവിടെ ആൾക്കാരൊക്കെ സംസാരിച്ചു, നല്ല കമ്പനി. സോ അവർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, വിച്ച് മീൻസ് എനിക്കറിയാവുന്നതായിരിക്കും. കാരണം ഏറ്റവും ബിഗിനിങ് അല്ലെങ്കിൽ ഏറ്റവും ബിഗിനേഴ്സിന് കൊടുക്കുന്ന ഒരു ഗൈഡാണ് അവരുടെ ആപ്പിളിൻ്റെ അന്നത്തെ ഐപാഡ് സെഷനിൽ എനിക്ക് ലഭിച്ചത്. സോ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആപ്പിൾ സാക്കിയിൽ എനിക്ക് ലഭിച്ചത്. സോ ഈ ഒരു വീഡിയോയിൽ പുതിയ പുതിയ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ സാക്കിഡ് സ്റ്റോറിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് ഒരു PDF ഞാൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പാസ്വേഡ് ഈ ഒരു വീഡിയോസിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കുറേ സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അൺലോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവുന്ന ഒരു PDF തന്നെയായിരിക്കും. സോ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Sevia signing from Evika.